ആനാന്ന് വിളിച്ച് എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. ഹേർട്ട്ഫുൾ ആയിരുന്നു എന്നറിയാം. സോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കരുത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ഗെറ്റ് പ്രിറ്റിയർ ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. ഹലോ എവരിവൺ, വെൽക്കം ടു ഗ്രോ ഗേൾ. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു എങ്ങനെയാണ് ഞാൻ എൻ്റെ 62 kg 50 kg 12 kgs എങ്ങനെ കുറച്ചു എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കുറേ റെസ്പോൺസസ് ഒക്കെ കിട്ടി. എന്നോട് പറഞ്ഞു ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞു. സോ ഐ ആം ഹിയർ. ഈ വീഡിയോയിൽ ഏത് ബോഡി ടൈപ്പിനും പറ്റിയതാണ്. ഇപ്പം എന്നോട് കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു എൻഡോമോർഫ് ബോഡിക്ക് എങ്ങനെയാണ്. എൻഡോമോർഫ് ബോഡി എന്ന് പറയുമ്പോൾ വെയിറ്റ് ഒക്കെ ലൂസാക്കാൻ ഭയങ്കര പാടുള്ള ബോഡി തന്നെയാണ് എൻഡോമോർഫ് ബോഡി എന്ന് പറയാം. അതിലൊക്കെ പെടുന്ന ബോഡിയൊക്കെ തന്നെയായിരുന്നു എൻ്റെയും. ലൈക്ക് ഞാൻ പെട്ടെന്ന് ഗെയിൻ ആവും, പെട്ടെന്ന് വെയിറ്റ് കൂടും, അങ്ങനെയൊക്കെ ഉള്ളൊരു ബോഡി ആയിരുന്നു എൻ്റെ. പക്ഷേ ചെറിയ ചെറിയ മൈക്രോ ഹാബിറ്റ്സിലൂടെ നമുക്ക് ഇതെന്തായാലും കുറയ്ക്കാനൊക്കെ പറ്റും. അതിന് പക്ഷെ നമുക്ക് പേഷ്യൻസ് വേണം, സമയം കുറച്ചെടുക്കും, ബട്ട് ഇറ്റ് വിൽ ഷോ യു ദ റിസൾട്ട്. ചിലവർക്ക് ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് കുറയും. എൻ്റെ കാര്യത്തിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട്സ് ഒക്കെ കണ്ടു തുടങ്ങി. അപ്പൊ ചിലർക്ക് അത് 1 കൊല്ലം എടുക്കും, ചിലർക്ക് 6 മാസം എടുക്കും, ചിലർക്ക് 1 മാസം എടുക്കുള്ളൂ. ഇത് നമുക്ക് ഇതിന്റെ ഗോൾ കിട്ടണ വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഒരു വേ ഓഫ് അപ്രോച്ച്. ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡൗട്ട് ആണ് എൻ്റെ ഹൈറ്റ് എത്രയാ, എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു, ഞാനിപ്പോൾ എത്രയാന്നൊക്കെ. അപ്പൊ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 164 സെന്റിമീറ്റർ ആണ്. ഇറ്റ്സ് ലൈക്ക് 5'4" 5'4". ഓക്കെ. പിന്നെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ 62 kg ആയിരുന്നു. പിന്നെ ഞാൻ 50 kg ആയപ്പോൾ ഞാൻ ഒരു 49-50 ഇടയിലാണ് നിൽക്കുന്നത്. എന്നോട് കമന്റ്സിൽ ഒരാൾ ചോദിച്ചായിരുന്നു ലൈക്ക് യു ആർ 164 സെന്റിമീറ്റർ ആൻഡ് യു ആർ 50 kg, സോ ഇറ്റ്സ് അണ്ടർ വെയിറ്റ് അല്ലേ എന്ന്. അപ്പോൾ യെസ്, ഇറ്റ് ഈസ് അണ്ടർ വെയിറ്റ്, ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എനി അൺഹെൽത്തി സിംറ്റംസ് ആൻഡ് ഓൾ. ഞാനിപ്പോഴും നല്ല കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പോണത്. ലൈഫ് സ്റ്റൈൽ ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ കാരണം ഇപ്പോഴും ഞാൻ ഇത്തിരി ലൂസ് ചെയ്യാറുണ്ട് വെയിറ്റ്. പാർട്ട് 1 ഈസ് ഡയറ്റ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്, ഞാനൊരു കോംപ്ലിക്കേറ്റഡ് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ ഡയറ്റ് ഫുള്ളും ഹോം മെയ്ഡ് ആണ്, സിമ്പിൾ ആണ്. മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ എനിക്കൊരു ഡ്രിങ്ക് ഉണ്ട്. ആ ഡ്രിങ്ക് എന്ന് പറയുന്നത് ആംല, നെല്ലിക്ക, കറി ലീവ്സ്, പിന്നെ ജിഞ്ചർ, നാരങ്ങ, ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രിങ്ക് ആണ്. ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ ഐസ് ട്രേയിൽ ഞാൻ ക്യൂബാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഹോട്ട് വാട്ടറിൽ ഒരു 2-3 ക്യൂബ് ഇട്ടിട്ട് ഞാൻ ഇത്തിരി സോൾട്ട് ഇട്ടിട്ട് ഡെയിലി കാലത്ത് കുടിക്കും. ലൈക്ക് ഡെയിലി മോർണിംഗ് ഞാൻ കഴിക്കുന്നത് 3 eggs കഴിക്കും, 1 banana കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഡേറ്റ്സ് ഒക്കെ കഴിക്കും, ഡേറ്റ്സ് അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ചിലപ്പോൾ അതും കൂടി ഞാൻ മോർണിംഗ് തന്നെ കഴിക്കും. മോർണിംഗ് എനിക്ക് നല്ലോണം വേണം, ബിക്കോസ് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോൾ എനിക്ക് നല്ലോണം എനർജി കിട്ടണം. സോ പിന്നെ എഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. ഭയങ്കര ഇഷ്ടമായി. ചോട്ടാ ഭീമിന് ലഡ്ഡു കൊടുക്കണ പോലെയാണ്. ലഡ്ഡു കൊടുക്കുമ്പോൾ സ്ട്രെങ്ത് കിട്ടണ പോലെയാണ് എനിക്ക് മുട്ട എന്ന് പറയുന്നത്. മുട്ട കഴിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഹാപ്പിയാണ് തോന്നിയത്. കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. നേന്ത്രപ്പഴമാണ് കഴിക്കുക. നേന്ത്രപ്പഴം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആക്ച്വലി, പക്ഷെ അതിൽ മെഗ്നീഷ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്. സോ ഒരു പഴം കഴിക്കണോണ്ടൊന്നും പ്രശ്നമില്ല. ലൈക്ക് നമ്മുടെ എനർജിയാണ് അതിൽ ഫുള്ള്. അപ്പോൾ ഒരു പഴം കഴിക്കും, ഒരു മുട്ട കഴിക്കും, 3 മുട്ട കഴിക്കും. ഇതാണ് എൻ്റെ കാലത്തെ ഫുഡ്. ആഫ്റ്റർനൂൺ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. വീട്ടിൽ എന്താണോ അച്ഛൻ കറി വെച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെജിറ്റബിൾസോ പയറോ എന്താണെങ്കിലും ഞങ്ങൾ വെജീസൊക്കെ എടുക്കുന്നതൊക്കെ ഉച്ചലത്തെ കറിയിൽ നിന്നാണ്. അപ്പോൾ അതൊരു ചപ്പാത്തിയോ 2 ബ്രെഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കും, ബ്രൗൺ ബ്രെഡ് വെച്ച് കഴിക്കും. പിന്നെ ഞാൻ ആഫ്റ്റർനൂണായാലും എപ്പോഴായാലും ഞാൻ ഒഴിവാക്കിയത് റൈസാണ്. എനിക്ക് റൈസ് എന്ന് വെച്ചാൽ റൈസ് കഴിക്കണോണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഒരു കപ്പ് കഴിക്കുമ്പോൾ ഈ റൊട്ടീൻ്റെയും ബ്രെഡിൻ്റെ ഒക്കെ സെയിം കാലറീസ് ഒക്കെ തന്നെയാണെങ്കിലും പക്ഷെ റൈസ് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. എനിക്കറിയില്ല അതെന്താന്ന്. റൈസിന് ഒരു ചെറിയ ക്രേവിങ്, പിന്നെ വീണ്ടും വിശക്കാൻ തോന്നും. റൈസ് ഫുള്ളും കാപ്സ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അതിൽ. ഫുൾ എനർജി കാപ്സ് ആണ്. അപ്പോൾ ഞാൻ അത് കഴിച്ച് പിന്നെ വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് വെയിറ്റ് കൂടിയ പോലെയൊക്കെ തോന്നിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഓരോന്നോരോന്ന് ഇത് കഴിക്കും ഇത്ര വെയിറ്റ് കൂടുണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഞാനത് അങ്ങോട്ട് കട്ട് ചെയ്ത് റൈസ് കട്ട് ചെയ്തു. കൂടുതലും ഞാൻ കറിയാണ് ഇട്ട് കഴിക്കുക. അപ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും വെജീസ് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ, അതിൽ നിന്നുള്ള വിറ്റമിൻസ് ഒക്കെ കിട്ടാനാണ് മാക്സിമം നോക്കണേ. ഫുഡ് എന്ന് പറയുന്നത് ഞാനൊരു ടേസ്റ്റി എന്നുള്ള രീതി പിടിച്ച് മാറ്റി, ഞാൻ അപ്രോച്ച് മാറ്റിയിട്ട് പിന്നെ ഫുഡ് എന്ന് പറയുന്നത് എൻ്റെ ബോഡിക്ക് ഒരു ഫ്യൂവലാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തത്. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് അധികം ക്രേവിങ്സോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എൻ്റെ അനിയനൊക്കെ എന്തെങ്കിലും ഷവർമയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൊതിയോ ഒന്നും വരാറില്ല. കാരണം എനിക്കത് ഒരിടയ്ക്ക് എനിക്ക് ആരെങ്കിലും പുറത്തുനിന്നൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിക്കും ഇവർ അൺഹെൽത്തി സാധനങ്ങളാണ് ഇങ്ങനെ ശരീരത്തിൽ കയറ്റണേന്നൊക്കെ അങ്ങനെ വരെ എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാനെന്ന് പറയുന്നത് ഈ മന്തിയും ഇത്
ഇതൊക്കെ കഴിച്ച് എന്റെ ഫാനാണ് കേട്ടാ. ആളാണ് ഞാൻ. ഇങ്ങനെ അറിയില്ല അതെങ്ങനെ വന്നു അറിയില്ല. ചിലപ്പോ ഞാൻ എന്റെ മൈൻഡിനെ ശരിയാ, ഞാൻ എന്റെ ബ്രെയിനിനെ കുറെ ട്രിക്ക് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ. ഞാൻ ലിറ്ററലി ഇതൊക്കെ ഹെയ്റ്റ് ചെയ്ത പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ കൊതിയോ അല്ലെങ്കിൽ കൺട്രോള് പോവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അൺഹെൽത്തി എന്ന് പറയുന്ന സാധനം എന്റെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റി അങ്ങനത്തെ ഒരു ടൈമായിരുന്നു ആ സമയത്ത്. നിങ്ങൾ എന്താണ് ഒരു ദിവസം കഴിച്ചെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാണ്ട് ബോധം ഇല്ലാണ്ട് അത് ഇതും വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ഈവനിങ് എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി ഒരു കോഫിയാണ് കുടിക്കാറ് വിത്തൗട്ട് ഷുഗർ, അല്ലെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ഇരുന്ന് ഞാൻ കഴിക്കും. ഓവർ ഈറ്റിംഗ് ഒന്നും ചെയ്യാണ്ട് ഇഷ്ടമുള്ള ഫുഡ് അതിന്റെ ന്യൂട്രിയൻസും അത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. എന്റെ കീ പോയിന്റ്. അല്ലാണ്ട് വേറെ വലിയ ഡയറ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ സൂപ്പ് ഈ സൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. നല്ല ന്യൂട്രിയൻസ് ഒക്കെ അതിൽ കിട്ടും. പക്ഷെ ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് നോർമൽ വീടാണ്. അപ്പോൾ അതില് ഇപ്പൊ എനിക്ക് സെപ്പറേറ്റ് ഫുഡും എൻ്റെ അനിയന് സെപ്പറേറ്റ് ഫുഡ് എൻ്റെ അച്ഛന് സെപ്പറേറ്റ് ഫുഡായിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കണേ അതാണ് ഞാൻ കൂടുതലും കഴിക്കാറുള്ളത്. പോയിന്റ്സ് ടു ബി നോട്ടഡ് ഈസ് ഐ അവോയ്ഡഡ് ഷുഗർ കംപ്ലീറ്റ്ലി, ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി, റൈസ് കംപ്ലീറ്റ്ലി. പിന്നെ മിൽക്കും കേർഡ് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ മിൽക്ക് ഞാൻ ഒന്ന് ഒഴിവാക്കിയായിരുന്നു. മിൽക്ക് ഞാൻ എടുത്തിട്ട് പനീർ ഉണ്ടാക്കും. എൻ്റെതായ ഒരു ഹോം മെയ്ഡ് പനീർ ഞാൻ ഉണ്ടാക്കും. പാർട്ട് 2 ഈസ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇതൊരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ആണ്. നമ്മുടെ ഈറ്റിംഗ് സൈക്കിളും ഫാസ്റ്റിംഗ് സൈക്കിളും ഒക്കെ മെഷർ ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് മെത്തേഡാണ്. ഇതിൽ വാട്ട് യു ഈറ്റ് എന്നല്ല ഫോക്കസ് ചെയ്യണേ, വെൻ യു ഈറ്റ് എന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് പലതരം ഉണ്ട്. 16:8 മെത്തേഡ് ഉണ്ട്, 14:10 മെത്തേഡ് ഉണ്ട്, 5:2 മെത്തേഡ് ഉണ്ട്, പിന്നെ ഉള്ളത് 1 മീൽ പെർ ഡേ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ 16:8 മെത്തേഡാണ് യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ 16:8 മെത്തേഡിൽ നമ്മൾ 8 hours കഴിക്കും, 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഈ 14:10 മെത്തേഡിൽ നമ്മൾ 10 hours കഴിക്കും, 14 hours ഫാസ്റ്റ് ചെയ്യും. ഈ 5:2 മെത്തേഡിൽ 5 ദിവസം നമ്മൾ നോർമലായിട്ട് ഇഷ്ടമുള്ളതൊക്കെ രാത്രിയും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കും. പക്ഷെ 2 ദിവസം നമ്മൾ ഡെയിലി കഴിക്കണതിൻ്റെ 500-600 കാലറീസ് ലെസ് കുറച്ചിട്ട് കഴിക്കുള്ളൂ. 2 ദിവസം നമ്മൾ കുറച്ച് അധികം ഫാസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് 5:2 മെത്തേഡ്. ഈ 1 മീൽ പെർ ഡേ എന്ന് പറയുന്നത് 1 മണിക്കൂറിലാണ് ഫുഡ് കഴിക്കുക. ആ കഴിക്കുന്നത് നല്ല ഹെവി മീലായിരിക്കും. അപ്പോൾ പിന്നെ ഉള്ള 23 hours നമ്മൾ കഴിക്കൂല. അത് കുറച്ച് ഡിഫിക്കൾട്ട് സൈഡാണ്. അപ്പം നമ്മൾക്ക് ഈസി ഉള്ള കാര്യം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 14:10 മെത്തേഡ് ആയിരിക്കും ഫോർ ബിഗിനേഴ്സിന്. ഞാൻ ചെയ്തിരുന്നത് 16:8 മെത്തേഡാണ്. ലൈക്ക് 8 hours ഓഫ് ഈറ്റിംഗ് ആൻഡ് 16 hours ഓഫ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ഒരു 10 AM to 6 PM വരെ കഴിക്കും. ബാക്കിയൊക്കെ ഞാൻ ഫാസ്റ്റിംഗ്, ലൈക്ക് ഒന്നും കഴിക്കില്ല. ഞാൻ രാത്രി ഡിന്നർ എന്ന് പറയുന്ന സാധനം കഴിക്കാറില്ല. കാരണം രാത്രി ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ എന്തായാലും പറ്റും. ഈ ഫാസ്റ്റിംഗ് അവേഴ്സിൽ നമുക്ക് എത്ര വേണമെങ്കിൽ വെള്ളം കുടിക്കാം കേട്ടോ. രാത്രിയുള്ള വെള്ളം കൂടി ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. രാത്രി വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വയറ് ചാടും എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് ദാഹിക്കുകയാണെങ്കിൽ എന്തായാലും കുടിച്ചേ പറ്റും. അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിന്റെ ടൈമിലൊക്കെ മാക്സിമം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക, ഷുഗർ ഇല്ലാണ്ട് കേട്ടോ. ഈ വാട്ടർമെലൺ ജ്യൂസ് ഒന്നും ഞാൻ സ്ട്രെയിൻ ചെയ്യില്ല. അപ്പോൾ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഫൈബറൊക്കെ പോണേ. അപ്പോൾ സ്ട്രെയിൻ ചെയ്യാണ്ട് ഞാൻ നല്ലോണം ജ്യൂസ് ആക്കിയിട്ട് അങ്ങനെ തന്നെ എടുത്ത് കുടിക്കുമ്പോൾ അത്രയും പ്രശ്നമില്ല. അപ്പോൾ ഇതിലൂടെ ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഷോർട്ടർ ആക്കി. എൻ്റെ ബോഡിക്ക് റീസെറ്റ് ടൈം അല്ലെങ്കിൽ റെസ്റ്റ് ടൈം ഞാൻ കൂടുതൽ കൊടുത്തു. ഫാസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മൈൻഡ്ഫുൾനെസ് ലൈക്ക് ബ്രീത്തിങ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായി. കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാറുണ്ടായി. പിന്നെ ബ്രിസ്ക് വാക്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് വെച്ചാൽ എൻ്റെ BMR ഒരു റേറ്റിൽ തന്നെയല്ല ഞാൻ ഫുഡ് കഴിച്ചെന്നുള്ളതാണ്. ഈ BMR കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഗൂഗിളിൽ ജസ്റ്റ് BMR കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് സംഭവം വരും. എന്നിട്ട് നമ്മുടെ മെഷേഴ്സൊക്കെ ഹൈറ്റും ഏജും വെയിറ്റും ഒക്കെ അതിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കാലറി കൗണ്ട് കിട്ടും. ഇത്ര കാലറിയാണ് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ എൻ്റെ മെഷേഴ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കാലറി ഇപ്പോഴത്തെ കൗണ്ട് എന്ന് പറയുന്നത് 1244 ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ മാക്സിമം ഫുഡ് കഴിക്കാനായിട്ട് നോക്കും. നമ്മളിപ്പോൾ ഈ BMR വെച്ചിട്ട് നമ്മൾ ഫുഡ് കാൽക്കുലേറ്റ് കഴിക്കണതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 1244 കാലറി എന്ന് പറയുന്നത് അത് എൻ്റെ ബോഡി തന്നെ ലൂസ് ചെയ്യണ ബേൺ ചെയ്യും കാലറീസ്. എനിക്ക് പ്രത്യേകിച്ച് ഇത്ര കാലറി എന്ന് പറയുന്നത് എൻ്റെ ബോഡി റെസ്റ്റിലൂടെ ബേൺ ചെയ്യണ കാലറീസ് ആണ്. ലൈക്ക്
എടുക്കുമ്പോൾ ഡൈജഷൻ പ്രോസസ്സ് അതിലൊക്കെ ബേൺ ചെയ്യണത് കാലറീസ് ആണ്. അപ്പം അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതെടുക്കണ്ട. ഇനി കൂടുതൽ കാലറീസ് ഞാൻ കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് അത് ബേൺ ചെയ്യാനായിട്ടുള്ള എക്സസൈസസും വർക്കൗട്ട്സും വാക്കിംഗ് ഒക്കെ എനിക്ക് വേണ്ടു. ബാക്കി ഇത്രയും കാലറീസ് എൻ്റെ ബോഡി തന്നെ ബേൺ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ BMR വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ബേൺ ചെയ്യും. കഷ്ടപ്പെടാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര സൂപ്പർ അല്ലേ? ഇനി നിങ്ങളുടെ BMR കൗണ്ടിനെക്കാട്ടും കൂടുതൽ കാലറീസ് നിങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സസൈസ് ചെയ്യണം. ഒരു 500 കാലറീസ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ 500 കാലറീസ് ബേൺ ചെയ്യാവുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്തേ പറ്റും. എന്നാലാണ് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓർ എൽസ് നിങ്ങൾ BMR കൗണ്ടിൽ കഴിച്ചിട്ട് അത് ഒരു ഇത്തിരി 20 മിനിറ്റ്സിൻ്റെ ഈസി എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പറ്റും. കാരണം ഇത്ര കാലറീസ് ഓൾറെഡി നമ്മുടെ ബോഡി കുറയ്ക്കും. പിന്നെ അതിലും കൂടുതൽ കാലറി നമ്മളായിട്ട് ഒരു 20 മിനിറ്റ്സിലും 10K സ്റ്റെപ്പിൽ ഒരു 200 കാലറി ബേണോ ഇത്ര കാലറി വെച്ച് കൗണ്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ ഈറ്റിംഗ് ഒന്നും ചെയ്യില്ല. കാരണം നമ്മുടെ ഗോൾ എന്താ, നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളത്. പാർട്ട് 3 ഈസ് എക്സസൈസ് ആൻഡ് 10K സ്റ്റെപ്സ്. ഇതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ഗ്രോ ബിഗ്. ഞാൻ ഒറ്റയടിക്ക് പോയിട്ട് ഇന്റൻസ് വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് തന്നെ തുടങ്ങിയത് സ്ട്രെച്ചിങ്ങിനാണ്. ചെറിയ 5 മിനിറ്റിന്റെ സ്ട്രെച്ചിങ് ഒക്കെ യൂട്യൂബിൽ നോക്കി ഞാൻ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന കുറച്ച് എക്സസൈസ് ഉണ്ട്, അതെടുത്ത് ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ ഞാൻ കൂട്ടി കൊടുത്തെന്ന് വെച്ചാൽ 10 മിനിറ്റ്സിന്റെ എക്സസൈസസ് ഒക്കെ ചെയ്യും. കാർഡിയോ ഞാൻ ഫസ്റ്റ് കാർഡിയോസ് ആണ് ചെയ്യേണ്ടായിരുന്നത്. കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തരുന്നത് കാർഡിയോ ആയിരുന്നു. അപ്പം ഞാൻ 10 മിനിറ്റ്സിന് കാർഡിയോ ചെയ്തു. പിന്നെ 20 മിനിറ്റ്സിന്റെ കാർഡിയോ ചെയ്തു. പിന്നെ 30 മിനിറ്റ്സിന്റെ കാർഡിയോ ചെയ്തു. അത് ഇവൻച്വലി എനിക്ക് 75 ഡേ ഹാർഡ് ചെയ്യാനായിട്ട് പറ്റി. ഇതൊരു ചാലഞ്ചാണ്, ഒരു മൈൻഡ് ഡിസിപ്ലിൻ ചാലഞ്ചാണ്. ഇതിൽ എന്ന് പറയുന്നത് 45 മിനിറ്റ്സിന്റെ 2 വർക്കൗട്ട്സ് ഉണ്ടാവും. ഇൻഡോർ ഉണ്ടാവും, ഔട്ട്ഡോർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 75 ഡേ ഹാർഡും 75 ഡേ സോഫ്റ്റും ചെയ്തിട്ടുണ്ട്. ഐ മോസ്റ്റ്ലി പ്രിഫർ സോഫ്റ്റ് ബിക്കോസ് ഹാർഡ് എന്ന് പറയുന്നത് 5 മണിക്കൊക്കെ എനിക്കാണ് കുറച്ച് പണിയാണ്. വേണമെങ്കിൽ ഞാനൊരു വീഡിയോ അതിനെ പറ്റി ചെയ്യാൻ, എനിക്ക് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ എനിക്ക് അതിനുണ്ട്. പക്കത്തിൽ തന്നെ പോയിട്ട് ഇൻറ്റൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പിന്നെ വർക്കൗട്ട് ചെയ്യാൻ തോന്നിക്കില്ല. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളിത് പയ്യെ സ്റ്റെപ്പായിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലാണ് നമുക്കത് റിപ്പീറ്റ് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കാനായിട്ട് തോന്നിക്കുള്ളൂ. അപ്പം സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ഗ്രോ ബിഗ്. എൻ്റെ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ കാർഡിയോസ് ആണ് ചെയ്യുക. അപ്പോൾ കാർഡിയോ വർക്കൗട്ട് 20 മിനിറ്റ്സ് നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വരും. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് തന്നെ ചെയ്യാനായിട്ട് മടിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തായാലും ജിമ്മിൽ പോകാനായിട്ട് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം തുടക്കത്തിലൊക്കെ ഞാൻ ഒരു 2 മന്ത്സ് ഞാൻ ജിമ്മിൽ പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സസൈസസ് അവിടെ നിന്ന് കിട്ടി. പിന്നെ കാലത്ത് എനിക്ക് ചെയ്യേണ്ട ഒരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ കാരണം എന്തായാലും അവിടെ പോയിട്ട് എക്സസൈസ് ചെയ്തേ പറ്റൂ. എനിക്കറിയാം നമ്മൾ ഗേൾസിൻ്റെ മിക്ക പാരൻസും ചിലപ്പോൾ ജിമ്മിലൊക്കെ വിടാനൊന്നും സമ്മതിക്കില്ല. മിക്കവർ പറയാൻ എന്തിനാ പോണേ അങ്ങനെയൊക്കെ ചോദിക്കും. എൻ്റെ അനിയൻ ഉള്ള കാരണമാണ് എനിക്ക് പോകാൻ പറ്റിയത്. കാരണം അവൻ പറഞ്ഞു വീട്ടിലെ ചേച്ചിനെ വിടണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് എന്നെ വിട്ടത്. അപ്പം എനിക്കറിയാം മാക്സിമം എങ്ങനെയാണ് നമുക്ക് ഗേൾസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ജിമ്മിൽ പോകാൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ലക്കി വൺ, എന്തായാലും പൊക്കോ. വീട്ടിലിരുന്നാണ് എക്സസൈസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തിരുന്നത് ഒരു HIIT എന്ന് പറഞ്ഞിട്ട് വർക്കൗട്ട്സ് ഉണ്ടാവും. അതൊരു 30 മിനിറ്റ്സിൻ്റെ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ 10 മിനിറ്റിൻ്റെ ഫസ്റ്റ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അത് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ 20 മിനിറ്റ്സ് ആക്കും. 2 ആഴ്ച കഴിയുമ്പോൾ ഒരു 30 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ ആക്കിയാൽ മതി. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ പോയിട്ട് 30 മിനിറ്റ്സിൻ്റെ ഒരിക്കലും ചെയ്യരുത് പ്ലീസ്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് വർക്കൗട്ട്സ്. അത് എനിക്ക് അത്രയ്ക്ക് പാടായിട്ട് തോന്നിയിട്ടില്ല. അത് ഞാനിങ്ങനെ ടൈപ്പ് സ്റ്റാൻഡിങ് ആപ്സ് വർക്കൗട്ട്, സ്റ്റാൻഡിങ് ഗ്ലൂട്ട്സ് വർക്കൗട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാൻഡിങ് വർക്കൗട്ട്സ് ചെയ്യാറുണ്ട്. കാരണം ഈ നിലത്ത് കിടന്നിട്ടുള്ള വർക്കൗട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇറ്റ്സ് നോട്ട് മൈ ഫേവറേറ്റ് തിങ്. എനിക്ക് കൂടുതലും സ്റ്റാൻഡിങ് വർക്കൗട്ട്സ് ആണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിലത്ത് കിടന്നിട്ടുള്ള വർക്കൗട്ട് ആയിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ചെയ്യാനാണ് ഞാൻ പറയണത്. ഇത് എൻ്റെ ഒരു റൂട്ടീൻ തിങ്സ് ആണ് ഞാൻ പറയണത്. പിന്നെ ഈ വർക്കൗട്ട്സ് എന്ന് പറയുന്നത് എൻഡോമോർഫ് ബോഡി ആയാലും എന്ത് ബോഡി ആയാലും നിങ്ങൾക്ക് ചെയ്താൽ കുറയാവുന്നതേ ഉള്ളൂ. ഇത് പക്ഷെ നിങ്ങൾക്കുണ്ടല്ലോ, ഇനി നിങ്ങൾ ഒരു വീഡിയോൻ്റെ താഴെ പോയിട്ട് ഇതെങ്ങനെ കുറച്ചൊന്നും പറയണ്ട. നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുറയ്ക്കാൻ നോക്ക്. ലൈക്ക് വെയിറ്റ് ലോസ് വീഡിയോ കുറേ ഉണ്ട് നമ്മുടെ അടുത്ത്. ഇനി എന്തോരം വീഡിയോ നമ്മൾ ഇതുപോലെ കാണും. പക്ഷേ വീഡിയോ കണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ആക്ഷൻ ചെയ്യണം. ഇറ്റ്സ് അവർ ടൈം ടു ഡു തിങ്സ്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ട്രെയിനേഴ്സിൻ്റെ ഒക്കെ എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുന്നത് ഓക്കെ. അല്ലാണ്ട് ഇനിഷ്യേറ്റ് ചെയ്യാണ്ട് തുടക്കത്തിൽ തന്നെ ഇത് കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ്
വെയിറ്റ് ലോസ് ജേർണിയിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, കുറയോ എന്താണെന്നൊന്നും. എനിക്കും ഐഡിയൽ സെൽഫ് എനിക്ക് ഇതുപോലെ ആവണമെന്ന്. അപ്പോൾ ഞാനിത് എന്നെത്താണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഓരോ പ്ലാൻ ചെയ്തു എൻ്റെ ഡെയിലി ഒക്കെ. എൻ്റെ ഐഡിയൽ സെൽഫ് ആവാനായിട്ട് എൻ്റെ ഐഡിയൽ സെൽഫ് എങ്ങനെയായിരിക്കും? എക്സസൈസ് ചെയ്യും. എൻ്റെ ഐഡിയൽ സെൽഫ് നല്ല ഫുഡൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കും. എൻ്റെ ഐഡിയൽ സെൽഫ് വെറുതെ ആവശ്യമുണ്ട് ഇവരോട് പോയിട്ട് കുറ്റം പറയാനോ ആ കാര്യത്തിനൊന്നും നിൽക്കില്ല. അപ്പം അത് ഞാൻ ഡെയിലി ആയിട്ടുള്ള എൻ്റെ റൂട്ടീനിൽ ഞാൻ അത് ആഡ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഐഡിയൽ സെൽഫ് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യും. അപ്പം ഞാൻ എക്സസൈസ് ചെയ്തു, ക്ലീൻ ആയിട്ട് ഈറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് തുടങ്ങി വിത്തൗട്ട് എനി പ്രോക്കാസ്റ്റിനേഷൻ. കാരണം എനിക്ക് അവിടെ എത്തണം. അപ്പം അത് കാരണം അപ്പം ഇത് പയ്യെ ഞാൻ എൻ്റെ ഐഡിയൽ സെൽഫിനെ ആക്ച്വലി മറന്നു. ഈ സംഭവം മറന്നു. ഞാൻ ആക്ച്വലി ഈ പ്രോസസ്സ് ഇല്ലേ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി പ്രോസസ്സ്, ആ പ്രോസസ്സിൽ ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടങ്ങി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ചെയ്യണ ഓരോ കാര്യത്തിലും, ഡെയിലി ചെയ്യണ ഓരോരോ കാര്യത്തിലാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. പാർട്ട് 4 ഇസ് മൈൻഡ് സെറ്റ് ആൻഡ് സ്ലീപ്പ്. 8 to 9 hours ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് മാൻഡറ്ററി ആണ്. നമ്മുടെ ഡൈജഷനും റെസ്റ്റ് കാരണം തന്നെ നമ്മുടെ ഇത്ര കാലറീസ് ബേൺ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, അത് കറക്റ്റായിട്ട് റെസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് ആ കാലറീസ് ബേൺ ആവില്ല. അപ്പം നമുക്ക് സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ 8 to 9 hours ഓഫ് സ്ലീപ്പ് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ നോക്കാം. ഞാൻ എപ്പോഴും ഫോണിൽ ടൈമർ വെച്ചിട്ടാണ് ഉറങ്ങുക. 8 hour 20 minutesലേക്ക് വെക്കും. കാരണം എനിക്ക് ഒരു 10 minute ഒക്കെ എടുക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ടൈമർ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കിടന്ന് ഉറങ്ങാറ്. പാർട്ട് 5 ഈസ് റിപ്പീറ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഇപ്പം നിങ്ങൾ ചെയ്ത ഓരോ 10K സ്റ്റെപ്സ്, എക്സസൈസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. 2 ദിവസം നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിനിൽ ചെയ്തു, പിന്നെ പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് വയ്യ, ചെയ്തില്ല, പിന്നെ കാര്യമില്ലല്ലോ, റിസൾട്ട് കിട്ടില്ല. ഓക്കെ, നിങ്ങൾ പിറ്റേ ദിവസം ചെയ്തില്ല എന്ന് വിചാരിക്കും. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഇടയ്ക്കൊക്കെ ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ മടി പിടിക്കാം, ബട്ട് ഫോർ ഓൺലി 1 day. പിന്നെ തൊട്ട് വീണ്ടും നമുക്ക് തുടങ്ങിയേ പറ്റൂ. ഹൗ ടു ബി കൺസിസ്റ്റന്റ്. See, I showed up daily even when I didn't feel like it. So എങ്ങനെ? I just tricked my brain. നിങ്ങളുടെ ബ്രെയിനെ ഒരു സ്പോയിൽഡ് കിഡായിട്ട് കാണും. ഒരു സ്പോയിൽഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ എന്താ, വാശി പിടിക്കും, പറഞ്ഞൊന്നും കേൾക്കാത്ത സ്പോയിൽഡ് ചൈൽഡ് പോലെ തന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നമ്മുടെ ബ്രെയിനിൻ്റെ. അപ്പം അതുപോലെ തന്നെ തിങ്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഹാർഡ് ആവുമ്പോൾ നമ്മുടെ ബ്രെയിനും ഇതുപോലെ തന്നെ ആക്ട് ചെയ്യും. ഇത് കേൾക്കില്ല, പറഞ്ഞാൽ കേൾക്കില്ല, പ്രോകാസ്റ്റിനേറ്റ് ചെയ്യും, മടി പിടിച്ചിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ മെയിൻ പരിപാടി. കാരണം നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. കാരണം ഇത് ബ്രെയിൻ ആണല്ലോ എല്ലാത്തിനും സിഗ്നൽസ് കൊടുക്കണേ. അപ്പൊ ബ്രെയിൻ തന്നെ വയ്യ. ഇപ്പൊ നിങ്ങളോട് പറയണം 5 minutes ഓടാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കും 5 minutes അല്ല, കുഴപ്പമില്ല, ഓടാന്ന് വിചാരിക്കും. ഓക്കെ, ഇനിയിപ്പോ ചിലവർക്ക് 5 minutes പോലും ഓടാനായിട്ടുള്ള മടിയുള്ള ചിലപ്പോൾ ബ്രെയിൻ ഉണ്ടാവും. അത് വേറൊരു കാറ്റഗറി. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ് പറയണേ. അപ്പൊ 5 minutes എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേഗം ഓക്കെ ഓടിയിട്ട് വരാമെന്ന് വിചാരിക്കും. ഇങ്ങനെ നമ്മുടെ ബ്രെയിനോട് പറയാണ് അല്ലെങ്കിൽ നമ്മളോട് പറയാണ് 1 hour പോയി ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കും. ബട്ട് നമ്മുടെ ബ്രെയിൻ അത് കാൽക്കുലേറ്റ് ചെയ്യും, എത്രത്തോളം എനർജി പോവും, ഇത് ഭയങ്കര പാടാണ്, ഹാർഡാണ്, എൻ്റെ സമയം പോവും എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ബ്രെയിൻ പറയും നോ, ഇന്ന് വയ്യ, നാളെ ചെയ്യാം എന്ന് ബ്രെയിൻ നമ്മളോട് പറയും. നമുക്ക് മനസ്സിലാന്ന് വെച്ചാൽ ദ ബിഗ്ഗർ ദ ടാസ്ക് സീംസ്, ബ്രെയിൻ ജസ്റ്റ് ക്രിയേറ്റ്സ് മോർ റെസിസ്റ്റൻസ് ടുവേർഡ്സ് ഇറ്റ്. അപ്പൊ ഇതില് നമുക്ക് പറയാന്ന് വെച്ചാൽ ഈ ടാസ്കിനെയൊക്കെ സിമ്പിൾ ആക്കിയിട്ട് ചങ്ക്സ് ആയിട്ട് ഓരോരോ ഡെയിലി ഇത്ര ഗോളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ അതിന് ഈസി ആയിട്ട് കണ്ട് വേണമെങ്കിൽ ചെയ്യായിരിക്കും. ബട്ട് ഇതിനൊരു വലിയൊരു കാര്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എക്സസൈസസ് ഓടി ഫസ്റ്റ് തന്നെ പോയിട്ട് 30 minutes ചെയ്യാണ്ട് 10 minutes ഡെയിലി ചെയ്തു നോക്കുക. 1 week കഴിഞ്ഞിട്ട് അത് ആഡപ്പ് ചെയ്ത് കൊടുക്കുക. 10, 15, 20 അങ്ങനെയായിട്ട് ആഡപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബ്രെയിൻ ഒരു ചെറിയ ഓക്കെ എന്നുള്ളൊരു മൈൻഡ് വരും. അറ്റ്ലീസ്റ്റ് 5 minutes ഓടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓടിങ്ങിൽ ചെയ്തില്ല, ഒരു 5 minute 5 minute. പക്ഷെ 1 hour എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്നും ചെയ്തില്ല, അവിടെ വെറുതെ ഇരുന്നോളൂ. അതിലും ഭേദമല്ലേ 1 hour ബ്രെയിനിട്ട് സ്ട്രെസ് കൊടുക്കണേക്കാട്ടും നല്ലല്ലേ 5 minutes ഓടുന്നത്. ലൈക്ക് അതിൽ നിന്ന് ഇത്തിരിയെങ്കിലും ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കൂടെ. അപ്പൊ അത് അങ്ങനെ വിചാരിക്കും. പെർഫെക്ഷനിലല്ല കാര്യം, നമുക്ക് കൺസിസ്റ്റൻസിയാണ് കാര്യം. അപ്പോൾ ചെറിയ ചെറിയ ഗോൾസ് ആയാലും അത് നേടിയെടുക്കുന്നതാണ് കാര്യം. അല്ലാണ്ട് വലിയ ഗോൾസുമ്പോൾ മാത്രം എപ്പോഴും നോക്കാണ്ട് അത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ഗോൾസ് ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനോട് ഇഷ്ടവും ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ചെയ്യും. നമുക്കധികം സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുണ്ടല്ലോ ബ്രെയിനെ സെപ്പറേറ്റ് ആളായിട്ട് കണ്ടിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ ഇല്ല, എൻ്റെ ഐഡിയൽ സെൽഫ് അങ്ങനെയല്ല, എൻ്റെ ഐഡിയൽ സെൽഫ് എന്തായാലും വർക്കൗട്ട് ചെയ്യും, സോ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പാരന്റ് ആവാൻ നോക്കുക.
പിന്നെ എന്താ വെച്ചാൽ ബാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാസ്ക് ഇഷ്ടമില്ലാത്ത ടാസ്കിന്റെ കൂടെ ബാച്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമല്ലാന്ന് വിചാരിക്കും, അപ്പം എക്സസൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ വയ്ക്കുക. അപ്പം നമുക്ക് എന്താ അത് കണ്ടുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി രസമായില്ലേ? അപ്പോൾ 30 മിനിറ്റ് അങ്ങനെ നമുക്ക് ആ സിനിമയുടെ 30 മിനിറ്റും കാണാൻ പറ്റും, നമുക്ക് എക്സസൈസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമില്ലാത്തതിൻ്റെ കൂടെ ഇഷ്ടമുള്ളതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ വരില്ല, നമുക്ക് കുറച്ചുകൂടി ഈസിലി അത് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ദ പ്രഷർ ആൻഡ് ജസ്റ്റ് ടേക്ക് ദ ആക്ഷൻ. കൺസിസ്റ്റന്റ് ആക്ഷൻ ലീഡ്സ് ടു പ്രോഗ്രസ് വിച്ച് ലീഡ്സ് ടു മോട്ടിവേഷൻ. അപ്പം നമുക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ്റെ ഒരു ആവശ്യമില്ല, കാരണം കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് നമുക്ക് വിസിബിൾ ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഓരോ ഔട്ട്കം വിസിബിൾ ആണ്. പിന്നെ എന്തിനും നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് മോട്ടിവേഷൻ. സോ അതിൻ്റെ ആവശ്യമില്ല. അതാണ് കൺസിസ്റ്റൻസിയുടെ ഒരു മാജിക് തിങ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഞാൻ പറഞ്ഞ ഈ 5 പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെ ആഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടല്ലോ, സുഖമാണോ എന്ന് ചോദിക്കാനല്ല, വണ്ണം വെച്ചല്ലോ വണ്ണം കുറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കാനാണ് ഫസ്റ്റ്. അല്ലാണ്ട് നിങ്ങൾ ഹെൽത്തി ആണോ അങ്ങനെയൊന്നുമല്ല ചോദിക്കുക. ഇവർ കൂടുതൽ ഇങ്ങനത്തെ വർത്താനൊക്കെ ഇതാണ് ചോദിക്കുക. മാക്സിമം ഇങ്ങനെയൊന്നും ആൾക്കാരുടെ അടുത്ത് ചോദിക്കാണ്ടിരിക്കുക. ബിക്കോസ് എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വിഷമമുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ കുറേ വിഷമം കിട്ടിയിട്ടുണ്ട്. എന്നൊക്കെ സ്കൂളിൽ വെച്ച് ലിറ്ററലി ഞാൻ സ്കൂളിൽ വെച്ച് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു, കുറച്ചല്ല അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ വെച്ച പിള്ളേരൊക്കെ ഉണ്ട്, ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ ആനാന്ന് വിളിച്ച് എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. എനിക്കത് ഇമോഷണലി എത്രത്തോളം ഹേർട്ട്ഫുൾ ആയിരുന്നു. ഐ ഡോണ്ട് ഡൂ ദാറ്റ് ടു പ്രത്യേകിച്ച് ഒരു കുട്ടീൻ്റെ അടുത്ത്, ലൈക്ക് ഒരു ചൈൽഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണ പിള്ളേരുടെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കരുത്. പക്ഷെ പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അതൊന്നും കേൾക്കാൻ പോകണില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് മൈൻഡ് ഓഫ് ബുള്ളിങ് ആൻഡ് ഓൾ. അവർക്കറിയാം അവരങ്ങനെയാണെന്ന്. എനിക്കറിയാം എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു എന്നും, ആ ടൈമിൽ എനിക്കറിയാം എനിക്ക് വണ്ണം ഉണ്ടെന്ന്. ഒരാൾ എന്നെ ഇങ്ങനെ കിടന്ന് കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് കൂടുതൽ ഹേർട്ട്ഫുൾ ആണ് ആവണേ. അപ്പോൾ ഡോണ്ട് ഡൂ ദിസ്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം? ലൈക്ക് mind your own business and get prettier like that. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. That's it for the video. Thank you for watching and also don't forget to like, share and subscribe me. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ do comment me. Also keep on supporting me. I'm very grateful and happy that I reached 1000 subscribers. So thank you. We'll see you in the next video. Bye.